Hi all, welcome to the fifth video of this series. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DNSഉം അതുകൂടാതെ തന്നെ പോർട്സ് ആൻഡ് പ്രോട്ടോകോൾസ് ആണ്. നമ്മൾ പഠിക്കുന്ന ഓരോ ടേംസും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക. സൈബർ സെക്യൂരിറ്റിയിൽ അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഓരോ കോൺസെപ്റ്റും നിങ്ങളുടെ മനസ്സിൽ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റിസർച്ച് ഈസ് ടു ഇമ്പോർട്ടൻറ്റ്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സ്വയം ഒരു കാര്യം സെർച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് DNS ആണ്, ഡൊമൈൻ നെയിം സിസ്റ്റം. നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ പേരടിക്കുമ്പോൾ ആ വെബ്സൈറ്റ് ലോഡ് ആവുന്നുണ്ട് അല്ലേ? ശരിക്കും ഒരു വെബ്സൈറ്റ് ലോഡ് ആവുന്നത് ബേസ്ഡ് ഓൺ ദ IP അഡ്രസ് ആണ്. IP അഡ്രസ്സ് വെച്ചിട്ടാണ് ശരിക്കും ഒരു വെബ്സൈറ്റ് ലോഡ് ആവുന്നത്. പക്ഷേ നമ്മൾ അടിക്കുന്നത് ആ വെബ്സൈറ്റ് നെയിമാണ്. പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DNS എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ Amazon.com അല്ലെങ്കിൽ Facebook.com Yahoo.com ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു റിക്വസ്റ്റ് നേരെ എന്ത് ചെയ്യുക വെച്ചാൽ DNSലേക്ക് പോകും. ഓക്കെ, ഒരു റിക്വസ്റ്റ് നേരെ DNSലേക്ക് പോകും. എന്നിട്ട് DNS ഒരു സെർവറാണ്. ആ സെർവറിൽ പോയിട്ട് അവിടെ നിന്ന് ഈ Amazon.com അല്ലെങ്കിൽ Facebook.comൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ IP അഡ്രസ്സ് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കും. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ആ IP അഡ്രസ്സ് വഴി ആ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ യാഹു ആക്സസ് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ നെയിം വൈസിലല്ല നമ്മൾ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദ IP അഡ്രസ്സാണ്. അപ്പോൾ ഞാനൊന്ന് റീക്യാപ്പായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് Yahoo.com എന്നൊരു വെബ്സൈറ്റിൽ അടിക്കുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റ് ലോഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു റിക്വസ്റ്റ് Yahoo.com എന്ന് അടിക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് നേരെ DNS എന്ന് പറയുന്ന സെർവറിലേക്ക് പോകുന്നു. ആ സെർവറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, യാഹുവിൻ്റെ IP അഡ്രസ്സ് ആ സെർവറിനകത്ത് DNSൻ്റെ സെർവറിനകത്ത് എന്ന് വെച്ചാൽ ഒരുപാട് വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സുകളുണ്ടാവും. അപ്പോൾ ആ സെർവറിനകത്ത് നിന്ന് യാഹുവിൻ്റെ IP അഡ്രസ്സ് കണ്ടെത്തും. എന്നിട്ട് ആ IP അഡ്രസ്സ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കും. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, ആ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് യാഹുവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ യാഹു എന്ന് പറഞ്ഞ സൈറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ലോഡ് ആവുന്നു. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു DNS വർക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിളോട് കൂടിയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ ഒരാളെ കോൾ ചെയ്യാൻ നേരത്ത് നമുക്ക് നിരന്തരമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും അല്ലേ? ശരിക്കും എന്തിനാണ് നമ്മൾ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നത്? നമ്മൾ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഫോൺ നമ്പർ കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് നമ്പേഴ്സ്. നമ്മൾ നമ്പറായിട്ട് അത്ര ഫെമിലിയർ അല്ല. നമ്മൾക്ക് ഒരാളുടെ പേര് സേവ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും അയാളെ അതൊന്ന് ഓർത്ത് വെക്കാനുള്ള ചാൻസസ് കൂടുള്ളൂ. ഒരു നമ്പർ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർത്ത് വെക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ നമ്പർ ഒരാളുടെ പേരിൽ സേവ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ പേര് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ആ പേര് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് കോൾ ചെയ്യുന്നു. ശരിക്കും ആ കോൾ പോകുന്നത് ആ പേരിൻ്റെ കൂടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫോൺ നമ്പറിലേക്കാണ് അല്ലേ? അല്ലാണ്ട് ആ പേരിലേക്കല്ല കോൾ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, ആ ഫോൺ നമ്പറിലേക്കാണ് കോൾ പോകുന്നത്. ഇത് തന്നെയാണ് DNSൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ Facebook.com എന്ന് അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സ് എടുക്കുന്നു. എന്നിട്ട് ആ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫേസ്ബുക്കിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ എപ്പോഴും മനസ്സിലാക്കുക, ഒരു കാരണവശാലും ഒരു നെയിം വെച്ചിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം അതിൻ്റെ IP അഡ്രസ്സ് വെച്ചിട്ടാണ്. സോ ദിസ് ഇസ് കോൾഡ് DNS. ഇതിനാണ് DNS എന്ന് പറയുന്നത്. DNS സെർവറിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ സൈറ്റിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ DNSലേക്ക് ആയിരിക്കും ഫസ്റ്റ് പോവുക. എന്നിട്ട് ആ DNSൽ നിന്ന് ആ ഫേസ്ബുക്കിൻ്റെ യാഹുവിൻ്റെ ഗൂഗിളിൻ്റെ ഏതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ IP അഡ്രസ്സ് എടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ എത്തിക്കുന്നു. എന്നിട്ട് നമ്മുടെ സിസ്റ്റം ആ IP അഡ്രസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു യാഹു ഗൂഗിളോ ഏത് സൈറ്റാണെന്ന് വെച്ചാൽ അത് ആക്സസ് ചെയ്യുന്നു. ദിസ് ഈസ് ബേസിക്കലി DNS. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ പോർട്സ് ആൻഡ് പ്രോട്ടോകോൾസ് ആണ്. പോർട്സ് ആൻഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നതിൽ വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ചാർജ് ചെയ്യാൻ ഒരു പോർട്ടുണ്ട്, അതേപോലെ തന്നെ USB കണക്ട് ചെയ്യാനൊരു പോർട്ടുണ്ട്, അതേപോലെ തന്നെ എതർനെറ്റ് കണക്ട് ചെയ്യാൻ, HDMI കണക്ട് ചെയ്യാൻ, അങ്ങനെ പല രീതിയിലേക്കും നമ്മുടെ സിസ്റ്റത്തിനകത്ത് പല കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതുകൂടാതെ തന്നെ നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ സിനിമ ആണെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കേബിളുള്ള ഒരു ഇയർഫോൺ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു അല്ലേ? ഇതിനെല്ലാം പോർട്ടുകൾ വേണം. കമ്പ്യൂട്ടറിനുള്ളിൽ ആ ഒരു പോർട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളതിൽ കണക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ USB കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടിൽ നമ്മൾ പോയിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, എതർനെട്ടോ അല്ലെങ്കിൽ HDMI കേബിളോ അല്ലെങ്കിൽ ചാർജറോ കണക്ട് ചെയ്യൂല. കാരണം വെച്ചാൽ ആ ഒരു USB എന്ന് പറയുന്നത് ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ പോർട്ടും ഓരോ സ്പെസിഫിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മളൊരു പർപ്പസിനാണ്, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു പർപ്പസിനാണ്, ബാഗ് യൂസ് ചെയ്യുന്ന ഒരു പർപ്പസിനാണ്. ഓരോന്നും ഓരോ പർപ്പസാണ്. അതേപോലെ തന്നെയാണ് ഓരോ പോർട്ടും ഓരോ പർപ്പസിനാണ്.
സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, സിസ്റ്റത്തിനകത്ത് ഒരുപാട് പോർട്ടുകളുണ്ട്. USB ഉണ്ട്, അതേപോലെ തന്നെ HDMI ഉണ്ട്, എതർനെറ്റ് ഉണ്ട്, ഇങ്ങനെ പല പോർട്ടുകളുണ്ട്. നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ആ പോർട്ടുകൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിലും പോർട്ടുകളുണ്ടെന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഓരോ പോർട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ഓരോ പോർട്ടുകളുണ്ടെന്ന് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, HTTP എന്നായിരിക്കും അതിൻ്റെ URL കാണാൻ പറ്റും, അല്ലെങ്കിൽ HTTP അല്ലെങ്കിൽ HTTPS എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് HTTP or HTTPS കാണുന്നത് എന്താണ്? അതൊരു പ്രോട്ടോക്കോളാണ്. HTTPSും HTTP ഒരു പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോളിന് ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. അതാണ് HTTPൻ്റെ പോർട്ട് നമ്പർ 80, അതേപോലെ തന്നെ HTTPSൻ്റെ പോർട്ട് നമ്പർ 443 ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ക്ലാസ് റൂം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഒരു ക്ലാസ് റൂം മനസ്സിലാക്കുക. ആ ക്ലാസ് റൂം ക്ലാസ് A എന്നാണ് ആ ക്ലാസ് റൂമിൻ്റെ പേര്. അതേകൂടാതെ തന്നെ ആ ഒരു ക്ലാസ് റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സോ ക്ലാസ് റൂമിൻ്റെ ആ ഒരു പേരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിനെ നമുക്ക് എന്ത് പറയാം? ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയാം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നു, അതിനകത്ത് ഒരു നമ്പർ ആണെങ്കിൽ, ഓരോ ക്ലാസ്സിനും ഒരു നമ്പർ ആണെങ്കിൽ അതിന് പോർട്ട് നമ്പർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു കേസ് പറയുകയാണെങ്കിൽ, നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കുന്നത് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പോർട്സ് ആൻഡ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇത് രണ്ടും ആക്ച്വലി കണക്റ്റഡ് ആണ്. പോർട്സും പ്രോട്ടോക്കോൾസും കണക്റ്റഡ് ആണ്. ഒരു പ്രോട്ടോക്കോളിന് ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. ഓക്കെ, ഒരു പ്രോട്ടോക്കോളിന് ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഫോണിൻ്റെ കേസിലാണെങ്കിൽ, ഒരു ഫോൺ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തെന്തായിരിക്കും, ആ ഫോണിന് ഒരു IP അഡ്രസ്സ് കിട്ടും അല്ലേ. അപ്പോൾ ഫോണ് ഒരു പ്രോട്ടോക്കോളായിട്ടും അതേപോലെ തന്നെ IP അഡ്രസ്സ് ഒരു പോർട്ടുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ഒരു വേറെ തന്നെ ഒരു എക്സാമ്പിളാണ്. അത് നമുക്ക് റിയൽ വേൾഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വെച്ചാൽ എല്ലാ പ്രോട്ടോക്കോളിനും ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ വെച്ചാൽ ഈ പ്രോട്ടോക്കോളും പോർട്ടും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രോട്ടോക്കോൾ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇങ്ങനെയേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഈ കാര്യം ഇങ്ങനെയേ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്താ പറയുക, ട്രാഫിക് സിഗ്നലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഗ്രീന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പോകണം എന്നുള്ളത്, അതേപോലെ തന്നെ റെഡ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആണെന്നുള്ളത്, യെല്ലോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അലേർട്ട് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം അല്ലേ. അതൊരു പ്രോട്ടോക്കോളാണ്, അതൊരു റൂൾസാണ്. അതേപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിൽ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യാനും അതിനൊരു പർട്ടിക്കുലർ റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ റൂൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ അതിന് പർട്ടിക്കുലർ റൂൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഇൻ്റർനെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. സോ അതിനാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു റൂളുണ്ട്. ഓക്കെ, നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു റൂളുണ്ട്. നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ ഒരു റൂളുണ്ട്. നമ്മളൊരു ഫയൽ ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു റൂളുണ്ട്. ഓരോന്നിനും ഓരോ റൂൾസ് ഉണ്ട് ഇൻ്റർനെറ്റിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ എന്ന് പറയുന്നത്. അതിനാണ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുക. അപ്പോൾ HTTP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോളാണ്. എന്ന് വെച്ചാൽ HTTP എന്ന് പറയുന്നത് ഒരു റൂളാണ്, അല്ലെങ്കിൽ HTTPS എന്ന് പറയുന്നത് റൂളാണ്. അതേപോലെ തന്നെ FTP എന്ന് പറയുന്നത് റൂളാണ്, SSH എന്ന് പറയുന്നത് റൂളാണ്. ഇതൊക്കെ റൂളുകളാണ്. ഓരോ റൂൾസിനും ഓരോ പോർട്ട് നമ്പർ ഉണ്ടാവും. ഇപ്പോൾ എന്ന് വെച്ചാൽ HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഒരു റൂളാണെങ്കിൽ HTTPൻ്റെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്. അതേപോലെ തന്നെ HTTPS എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോൾ ആണെങ്കിൽ അതിൻ്റെ റൂൾ എന്താണ്, അതിൻ്റെ പോർട്ട് നമ്പർ എത്രയാണ്, 443 ആണ്. ഇതൊക്കെ ബൈ ഡിഫോൾട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ ഒരു സൈറ്റ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ മോസ്റ്റ് കേസസിലും 443 അല്ലെങ്കിൽ 80 പോർട്ട് നമ്പർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് അത് ചേഞ്ച് ചെയ്യാം. അത് ബൈ ഡിഫോൾട്ട് എന്താണ്, ഓരോ പ്രോട്ടോക്കോളിൻ്റെയും പോർട്ട് നമ്പർ ഉണ്ടാവും. ആക്ച്വലി HTTPൻ്റെ പോർട്ട് നമ്പർ എന്താണ്, 80 ആണ്. HTTPSൻ്റെ പോർട്ട് നമ്പർ എന്താണ്, 443 ആണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു HTTP സൈറ്റും HTTPS സൈറ്റും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോൾ ആണെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, HTTP example.com, അതുകൂടാതെ തന്നെ HTTPS abc.com. HTTPൻ്റെ പോർട്ട് നമ്പർ ഞാൻ 80 ആണെന്ന് പറഞ്ഞു. ശരിക്കും എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പോർട്ട് നമ്പറും കൂടി പോകുന്നുണ്ട്. ഓക്കെ, ഒരു പോർട്ട് നമ്പർ കൂടി അതിൻ്റെ കൂടെ അഡീഷണൽ ആഡ് ചെയ്തിട്ട് പോകുന്നുണ്ട്. HTTPൻ്റെ പോർട്ട് നമ്പർ ബൈ ഡിഫോൾട്ട് എന്താണ്, 80 ആണ്. ഇത് മാറ്റാൻ പറ്റും, ബട്ട് ബൈ ഡിഫോൾട്ട് എന്താണ്, 80 ആണ്. അതുകൂടാതെ തന്നെ എന്താണ്, ഇതിൻ്റെ 443 ആണ്. HTTPSൻ്റെ എന്താണ്, 443 ആണ്. ശരിക്കും നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പോർട്ട് നമ്പറും കൂടി അഡീഷണലി ഇങ്ങനെ ഒരു നമ്പറും കൂടി പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് എന്താ yahoo.com അല്ലെങ്കിൽ abc.com എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാത്രം നമ്മൾ URL കാണുന്നുള്ളൂ. ബട്ട് ഈ രണ്ട് സംഗതി എന്താണ്, ഹിഡൺ ആണ്. ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഈ പോർട്ട് നമ്പർ കൂടി അഡീഷണലി ആഡ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ HTTPS എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൻ്റെ പോർട്ട് നമ്പർ എത്രയാണ്, 443 ആണ്. HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ പോർട്ട് നമ്പർ എത്രയാണ്, 80 ആണ്. സോ ജസ്റ്റ് എന്താ പറയുക വെച്ചാൽ ഒരു നമ്പറാണെന്ത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെച്ചാൽ ഓരോരോ റൂമുകൾ വെക്കാം. വെച്ചാൽ ഇപ്പോൾ 2-3 റൂമുകൾ വെച്ച് അപ്പോൾ ഓരോ റൂമിന് നമ്പറുകൾ കൊടുക്കുക. ഇത് റൂം നമ്പർ 1, ഇത് റൂം നമ്പർ 2, ഇത് റൂം നമ്പർ 3 എന്ന് പറയുന്നത്
പറയുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ റൂമും പോർട്ട് നമ്പർ എന്ന് പറയുന്നത്, ആ റൂം നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ റൂമും ഓരോ പർപ്പസിനായിരിക്കും. ചിലപ്പോൾ എന്ന് വെച്ചാൽ ഹയർ ക്ലാസ്സിനായിരിക്കും ഈ 1 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുന്നത്, ലോവർ ക്ലാസ്സിനായിരിക്കും ഈ 2 എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയിലുള്ള മിഡിൽ ക്ലാസ്സിനായിരിക്കും നമ്പർ 3 എന്ന് പറയുന്നത്. അങ്ങനെ 3 ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ ഓരോ പോർട്ട് നമ്പർ എന്തിരിക്കും ഓരോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് പോർട്ട് ആൻഡ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പോർട്ടും പ്രോട്ടോക്കോൾസും ഉണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഗൂഗിളൊന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്യുക. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൺഫ്യൂഷൻസ് മേ ബി ഉണ്ടാവാം, ഡെഫിനറ്റായിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അത് മെല്ലെ മെല്ലെ തീരുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ഒരു സംഗതി പഠിച്ചെടുക്കാൻ പറ്റില്ല. മെല്ലെ മെല്ലെ ഈ ഇത്രയും വീഡിയോസ് കാണുമ്പോൾ മേ ബി ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ബട്ട് എന്ത് ചെയ്യുക വെച്ചാൽ മെല്ലെ മെല്ലെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. ഒരു സംഗതി ക്ലിയർ ചെയ്തിട്ട് അടുത്തേക്ക് പോകാൻ പാടുള്ളൂ, അല്ലാണ്ട് മുന്നോട്ടേക്ക് പോരുത്. വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കും. എങ്ങനെയായാലും ഒരു പുതിയ സംഗതി പഠിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. അത് ഡെഫിനറ്റായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ എല്ലാവരും പഠിക്കുകയുള്ളൂ. ഏതൊരാളും സൈബർ സെക്യൂരിറ്റി ഒറ്റൊരു എന്താ പറയുക സ്ട്രെച്ചിൽ പഠിക്കാൻ പറ്റില്ല. ഒരുപാട് ഡൗട്ട്സ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. അത് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. സോ താങ്ക് യു ഓൾ.